ഭാവിയിലെ മനുഷ്യഭക്ഷണത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്തൊരു സ്രോതസ്സായി ക്രിക്കറ്റ് മാറുമോ? ചോറായിരുന്നു നമുക്ക് ജോറായിട്ടുള്ള ആഹാരം. നമുക്ക് മാത്രമല്ല, ചരിത്രപരമായി തന്നെ മനുഷ്യൻ കാർബോഹൈഡ്രേറ്റുകളെയാണ് ഊർജ്ജത്തിനു വേണ്ടി കൂടുതലായി ആശ്രയിച്ചിരുന്നത്. എളുപ്പം കിട്ടുന്ന, ദീർഘകാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന എഫിഷ്യൻ്റായ എനർജി സോഴ്സ് ആയതുകൊണ്ട് തന്നെ ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും മനുഷ്യന്റെ അടിസ്ഥാന ഭക്ഷണമായി മാറി. എന്നാൽ ആധുനിക യുഗത്തിൽ മനുഷ്യർ പ്രോട്ടീൻ റിച്ച് ഭക്ഷണത്തിലേക്ക് കൂടുതൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ചീവിടുകൾ എന്ന് മലയാളത്തിൽ പൊതുവായി പറയുന്ന ജീവിയുടെ പ്രസക്തി. വലിയ രീതിയിൽ പ്രോട്ടീൻ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന എഗ് വൈറ്റിൽ പോലും 100 ഗ്രാം എടുത്താൽ 13 ഗ്രാം പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. ബീഫിലും ചിക്കനിലും ഏകദേശം 30 ഗ്രാമോളമാണ് പ്രോട്ടീന്റെ അളവ്. എന്നാൽ ചീവിടുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 100 ഗ്രാമിൽ 65% പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത്. വളരെ കുറഞ്ഞ ഫാറ്റ്, ചിക്കന്റെ ഇരട്ടിയോളം പ്രോട്ടീൻ, കൂടാതെ വൈറ്റമിൻ B12, അയോൺ, കാൽസ്യം തുടങ്ങിയവ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിക്കറ്റ് ഫാമാണ്. ഇവക്ക് വളരാൻ വളരെ ചെറിയ സ്ഥലവും കുറഞ്ഞ ഭക്ഷണവും വെള്ളവും മാത്രമാണ് ആവശ്യമുള്ളത്. കൂടാതെ പശുക്കളെയോ കോഴികളെയോ അപേക്ഷിച്ച് വളരെ കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസസ് മാത്രമേ ഇവ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. ഏതായാലും ഇവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്രിക്കറ്റ് ഫ്ലോറുകൾ ഭക്ഷ്യവിപണിയിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്